നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഡിസംബർ 30 മുതൽ അബുദാബിയിൽ പ്രവേശനത്തിനായി പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ. സൗദിയിൽ 3 തസ്തികകളിൽ കൂടി സ്വദേശീവൽക്കരണം. നിയമ ഭേദഗതി. ചില ചെക്ക് ബൗൺസ് കേസുകൾ ക്രിമിനൽ കുറ്റമായി തന്നെ തുടരുമെന്ന് ദുബായ് കോർട്ട്. യുഎയിൽ കോവിഡ് വർദ്ധിക്കുന്നു. ഇന്ന് 1846 കോവിഡ് കേസുകൾ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിലും എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിനായി പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ വരികയാണ്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2021 ഡിസംബർ 30 വ്യാഴാഴ്ച മുതലാണ് വാക്സിൻ എടുക്കാത്തവർക്ക് അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് പരിശോധനാ റിസൾട്ട് നിർബന്ധമാക്കുന്നത്. അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിനായി വാക്സിനേഷൻ എടുത്ത ആളുകൾ അൽ ഹുസൻ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് കാണിക്കുകയാണ് വേണ്ടത്. വാക്സിനേഷൻ ഇല്ലാത്തവർ 96 മണിക്കൂറിനുള്ളിൽ ലഭിച്ച നെഗറ്റീവ് PCR പരിശോധനാ ഫലം അതിർത്തിയിൽ ഹാജരാക്കണമെന്നും അധികൃതർ അറിയിച്ചു. അബുദാബിയിലേക്കുള്ള പ്രവേശനത്തിനായി കോവിഡ് കേസുകൾ അതിവേഗം കണ്ടെത്തുന്നതിന് EDE സ്കാനറുകൾ ഉപയോഗിക്കുന്നതിന് പുറമെയാണ് ഇവ വീണ്ടും നടപ്പാക്കുന്നത്. EDE സ്കാനിംഗിൽ റെഡ് സിഗ്നൽ ആണെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തും. പോസിറ്റീവ് ആണെങ്കിൽ അബുദാബി എമിറേറ്റിലേക്ക് പ്രവേശനം ലഭിക്കുമെങ്കിലും ക്വാറന്റീൻ പൂർത്തിയാക്കണം. മറ്റ് എമിറേറ്റുകാർക്ക് പ്രവേശനം നൽകുകയില്ല. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും കോവിഡ് പ്രതിരോധത്തിനുമായാണ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അബുദാബി. Except to say I love you. Hypermarket. Home delivered. luluhypermarket.com. Time Express Cargo, a division of M Group. Call toll free 800-2746. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്നു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണം അയക്കൂ. നേടൂ 1000-ലധികം സമ്മാനങ്ങൾ. 2 kg ഗോൾഡ്, 250,000 ദിറംസ് വില വരുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ഒരു പുതിയ ടെസ്ല മോഡൽ 3 ഫോർ എ ലിമിറ്റഡ് ടൈം ഓൺലി. ദുബായിൽ ചില ചെക്ക് ബൗൺസ് കേസുകൾ ക്രിമിനൽ കുറ്റമായി തന്നെ തുടരുമെന്ന് ദുബായ് കോർട്ട്. 2022 ജനുവരി 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളിൽ ഡിജിറ്റൽ തട്ടിപ്പുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കടുത്ത ശിക്ഷയാണ് നൽകുക. ദുബായിൽ അക്കൗണ്ടിൽ മതിയായ തുകയില്ലാതെ ചെക്കുകൾ മടങ്ങിയാൽ അവയെ ക്രിമിനൽ കുറ്റപരിധിയിൽ നിന്നും ഒഴിവാക്കാനാണ് ദുബായ് കോടതികൾ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമ ഭേദഗതി 2021 ജനുവരി 2 ശേഷം പ്രാബല്യത്തിൽ വരും. എന്നാൽ ചെക്ക് നൽകിയ ശേഷം അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുകയോ ബോധപൂർവം പണം അക്കൗണ്ടിൽ നിന്ന് മാറ്റുകയോ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി തന്നെ തുടരും. പണമിടപാടുകൾ കൂടുതലും ഡിജിറ്റൽ ആയതോടെ ചെക്ക് ദുരുപയോഗം തടയാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ചെക്ക് കേസുകൾ ഇനി മുതൽ കോടതിക്ക് വെളിയിലായിരിക്കും തീർപ്പാക്കുക. UAEയിൽ അനുമതിയില്ലാതെ പരസ്യമായി ഒരാളുടെ ചിത്രമെടുത്താൽ 6 മാസം തടവോ 1,50,000 ദിർഹമോ 5 ലക്ഷം ദിർഹമോ വരെ പിഴയോ രണ്ടും കൂടിയോ വരെ ലഭിക്കാവുന്ന ശിക്ഷാർഹമായ കുറ്റമാണ്. 2022 ജനുവരി 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളിൽ ബാങ്കുകൾ, മാധ്യമങ്ങൾ, ആരോഗ്യം, സയൻസ് തുടങ്ങിയ മേഖലകളിലെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കടുത്ത ശിക്ഷയാണ് നൽകുക. ന്യൂസ് ഡെസ്ക്, ദുബായ്. പരിസ്ഥിതി സംരക്ഷണ ആഹ്വാനവുമായി ദുബായ് എക്സ്പോർട്ട് D20യിലെ ഇന്ത്യൻ പവലിയൻ. ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയും ഫാഷൻ ഡിസൈനറുമായ മനീഷ് മൽഹോത്രയും പരിസ്ഥിതി സംരക്ഷണ പരിപാടിയിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണം എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി ചടങ്ങിൽ പറഞ്ഞു. സൗദിയിൽ 3 തസ്തികകളിൽ കൂടി സ്വദേശീവൽക്കരണം നടത്തുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, കസ്റ്റംസ് ക്ലിയറൻസ് തുടങ്ങി 3 തസ്തികകളിലാണ് ഡിസംബർ 30 മുതൽ സ്വദേശീവൽക്കരണം നടത്തുക. ഇതിൽ കസ്റ്റംസ് ക്ലിയറൻസ് വിഭാഗത്തിൽ
100% പ്രാദേശികവൽക്കരണമാണ് നടപ്പാക്കുന്നത്. ബഹുനില കെട്ടിടങ്ങളിലെ ബാൽക്കണിയിൽ നിന്ന് വീണുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സുരക്ഷ ശക്തമാക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. നിസ്സാര അശ്രദ്ധ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നതിനാൽ കെട്ടിട നിർമ്മാതാക്കൾ മുതൽ താമസക്കാർ വരെ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ബാൽക്കണിയിൽ നിന്ന് വീണു മരിക്കുന്ന സംഭവങ്ങൾ ഇല്ലാതാക്കാനാണ് മുന്നറിയിപ്പ്. അപകടമുണ്ടാകാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച ശീതകാലം സുരക്ഷിതവും ആസ്വാദ്യകരവും എന്ന പ്രമേയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ബോധവൽക്കരണ ക്യാമ്പയിനും അബുദാബി പോലീസ് ആരംഭിച്ചു. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musafa. For appointments, call 800-55. ലുലു എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്നു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണമയക്കൂ. നേടൂ 1000-ലധികം സമ്മാനങ്ങൾ. 2 kg ഗോൾഡ്, 250,000 ദിറംസ് വില വരുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ഒരു പുത്തൻ പുതിയ ടെസ്ല മോഡൽ 3 ഫോർ എ ലിമിറ്റഡ് ടൈം ഓൺലി. കേരളത്തിലെ കോളേജ് അലുമിനികളുടെ UAE സംഗമവേദിയായ അക്കാഫ് ഇവന്റ്സും ലുലു ഗ്രൂപ്പും ചേർന്ന വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. ദുബായ് ഗിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ക്രിസ്മസ് ആഘോഷം നടന്നത്. ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കൊപ്പം വിവിധ പ്രായക്കാർക്കായി മത്സരങ്ങളും സംഘടിപ്പിച്ചു. ആഘോഷത്തോടൊപ്പം നടന്ന ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ മത്സരത്തിൽ ടീം ബെൻഹൂർ 1ാം സ്ഥാനവും സ്നാസ്കോസ് ടീം 2ാം സ്ഥാനവും മിസിൽട്ടോ 3ാം സ്ഥാനവും നേടി. കേക്ക് ഡെക്കറേഷൻ മത്സരത്തിൽ നിജില അലി 1ാം സ്ഥാനവും ഐശ്വര്യ 2ാം സ്ഥാനവും നിജു 3ാം സ്ഥാനവും നേടി. കുട്ടികൾക്കായി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അക്കാഫ് വനിതാ വിഭാഗവും അക്കാഫ് ചിൽഡ്രൻസ് ക്ലബ്ബും ചേർന്നാണ് ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ആലപിച്ചത്. അക്കാഫ് വനിതാ വിഭാഗം ഒരുക്കിയ തട്ടുകട ശ്രദ്ധയാകർഷിച്ചു. അക്കാഫ് ചെയർമാൻ ഷാഹുൽ, ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, VC മനോജ്, ലുലു റീജിയണൽ ഡയറക്ടർ തമ്പാൻ പൊതുവാൾ, റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർ സലീം VC, ജനറൽ മാനേജർ മധു എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ദുബായ്. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1846 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായി 632 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 431,482 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 2160 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10,186 ആക്റ്റീവ് കേസുകളാണ് UAE നിലവിലുള്ളത്. കേരളത്തിൽ നിന്ന് പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കോവിഡ് വാക്സിനേഷനും കരുതൽ ഡോസിനായും സംസ്ഥാനം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ വാക്സിനേഷനായി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുട്ടികൾക്ക് ആദ്യമായി കോവിഡ് വാക്സിൻ നൽകുന്നതിനാൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചായിരിക്കും വാക്സിൻ നൽകുക എന്നും മന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രോസിക്യൂഷന്റെ ചില ആവശ്യങ്ങൾ വിചാരണ കോടതി തള്ളിയതിനെതിരെയുള്ള ഹർജികളാണ് ചൊവ്വാഴ്ച ഫയലിൽ സ്വീകരിച്ചത്. ഹർജിയിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് പ്രത്യേക ദൂതൻ വഴി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 6 ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. കണ്ണൂർ VC നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഗവർണർക്ക് ഹൈക്കോടതി നോട്ടീസ്. പ്രത്യേക ദൂതന് മുഖേനയാണ് നോട്ടീസ് നൽകിയത്. രാജ്ഭവൻ ഓഫീസ് നോട്ടീസ് കൈപ്പറ്റിക്കൊണ്ടുള്ള രേഖ ഹൈക്കോടതിക്ക് കൈമാറി. കേസിൽ ജനുവരി 12 കോടതി വാദം കേൾക്കുന്നത്. കിഴക്കമ്പലം കിറ്റെക്സ് തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. മദ്യത്തിനൊപ്പം പ്രതികൾ ഏതൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുവെന്നതിലും വ്യക്തത വരുത്തും. സംഭവത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചികിത്സാ ചെലവ് സർക്കാർ ലഭ്യമാക്കാത്തതിൽ വിമർശനം ഉയർന്നതോടെ ചിലവ് ഏറ്റെടുക്കാൻ DGP നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി പോലീസ് ഊഷ്മള ബന്ധമുണ്ടാക്കണമെന്ന് സർക്കുലർ. ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാഖറെയാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹകരണം ഉറപ്പുവരുത്തണമെന്നും ഇവരോടുള്ള ഇടപെടൽ സൗഹൃദപരമാകണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശശി തരൂർ MPക്കെതിരെ വീണ്ടും വിമർശനവുമായി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശശി തരൂർ പാർട്ടിയെ മറന്ന് തന്റെ അഭിപ്രായം പറയരുത് എന്നാണ് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടത്. രാവും പകലും അധ്വാനിച്ചാണ് പ്രവർത്തകർ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ട് തരൂരിനെ നിയന്ത്രിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ പരിഹാസവുമായി K മുരളീധരൻ. രാഷ്ട്രപതിക്ക് ബാത്റൂമിൽ പോകാൻ ഒരു ബക്കറ്റ് വെള്ളമെത്തിക്കാൻ സാധിക്കാത്തവരാണ് കേരയിൽ ഇട്ടോടിക്കാൻ പോകുന്നത് എന്ന് K മുരളീധരൻ പറഞ്ഞു.
കൊച്ചിയിൽ കോൺഗ്രസിന്റെ 137ാം സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് സർക്കാരിനെതിരെ മുരളീധരൻ അതിരൂക്ഷ വിമർശനം നടത്തിയത്. തനിക്ക് വധഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കാസർഗോഡ് ചെമ്പരിക്ക ഖാസി എം അബ്ദുള്ള മുസ്ലിയാരുടെ അനുഭവം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ പലരും വിളിക്കുന്നുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. RSS നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ. SDPI പ്രവർത്തകരായ ഇവരിൽ 2 പേർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് എന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും. ഇക്കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം. 1ാം പിണറായി സർക്കാരിൽ പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പോ തൃപ്തിയോ 6 മാസം പിന്നിടുന്ന 2ാം പിണറായി സർക്കാരിന് ഉണ്ടാക്കാനായിട്ടില്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. വിവിധ വകുപ്പുകളുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തലിലാണ് പ്രതിനിധികൾ ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയത്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിലും എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. You're so easy. Give me some, give me some. Come and save me. Give me some, give me some. Ain't nothing I can do except to say I love you. Hypermarket, home delivered. luluhypermarket.com. UAE ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management. Abu Dhabi 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിസംബർ 30 മുതൽ അബുദാബിയിൽ പ്രവേശനത്തിനായി പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ. സൗദിയിൽ 3 തസ്തികകളിൽ കൂടി സ്വദേശീവൽക്കരണം. നിയമ ഭേദഗതി. ചില ചെക്ക് ബൗൺസ് കേസുകൾ ക്രിമിനൽ കുറ്റമായി തന്നെ തുടരുമെന്ന് ദുബായ് കോർട്ട്. UAE കോവിഡ് വർദ്ധിക്കുന്നു. ഇന്ന് 1846 കോവിഡ് കേസുകൾ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket, home delivered. luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിലും എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.